കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാലയിൽ ഓൺലൈനായി PG പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ വഴിയുള്ള PG പ്രോഗ്രാമുകൾ. ഇതേക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സംശയങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് CDOയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ CD രവികുമാർ സാറാണ്. എന്താണ് പഴയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും CDOയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈനും കൂടി ചേർത്ത് പുതുക്കിയ രൂപമാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇത് UGCയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളെയും അപ്ഗ്രേഡ് ചെയ്യുന്നതിനായിട്ട് അവർ നിർദ്ദേശിച്ചിട്ടുള്ള പുതിയ രീതിയാണിത്. അപ്പോൾ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ പഴയ കാലത്ത് കൊടുത്തിരുന്ന ഡിസ്റ്റൻസ് പ്രോഗ്രാമുകളും പുതിയ കാലത്തിലേക്ക് വേണ്ട ഓൺലൈൻ പ്രോഗ്രാമുകളും ഒന്നിച്ച് നടപ്പിൽ വരുത്താവുന്നതാണ്. CDO വഴി കാലിക്കറ്റ് സർവകലാശാല നിലവിൽ ഏതെല്ലാം കോഴ്സുകളാണ് തുടങ്ങിയിരിക്കുന്നത്? 4 PG പ്രോഗ്രാമുകളാണ് ഈ 2026 ഫെബ്രുവരി മുതൽ നമുക്ക് UGCയുടെ അനുമതി കിട്ടിയിട്ടുള്ളത്. അവ MA സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്, ഇങ്ങനെ 4 ഡിഗ്രി PG പ്രോഗ്രാമുകളാണ് നമുക്ക് അനുമതി കിട്ടിയിട്ടുള്ളത്. ഇനി കൂടുതൽ PG പ്രോഗ്രാമുകളും അതുപോലെ UG പ്രോഗ്രാമുകളും വരാനിരിക്കുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? നമ്മൾ കൂടുതൽ പ്രോഗ്രാമുകൾക്ക് നമ്മൾ അനുമതി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള 4 പ്രോഗ്രാമുകളാണ്. കൂടുതൽ പ്രോഗ്രാമുകൾക്ക് അനുമതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഓൺലൈൻ PG പ്രോഗ്രാമുകളിലേക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും? MA സോഷ്യോളജിക്ക് ഏത് ഡിഗ്രി എടുത്ത ആൾക്കാർക്കും പറ്റും. അവർ 10+2+3 ഫോർമാറ്റിൽ ഡിഗ്രി എടുത്തിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് PG പ്രോഗ്രാമുകൾക്ക് അതാത് റെഗുലർ പ്രോഗ്രാമുകൾക്കുള്ള അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ആവശ്യമുള്ളത്. ഈ ഓരോ കോഴ്സിൻ്റെയും അടിസ്ഥാന യോഗ്യതകൾക്ക് വ്യത്യാസമുണ്ടോ? അതായത് റെഗുലർ പ്രോഗ്രാമിൽ എന്തെല്ലാം അടിസ്ഥാന യോഗ്യതയുണ്ടോ അതേ അടിസ്ഥാന യോഗ്യതകൾ തന്നെയാണ് ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുന്നതിനും ആവശ്യമുള്ളത്. അതിനകത്തുള്ള കൂടുതൽ വേണ്ട വിശദീകരണം നമ്മുടെ ബ്രോഷറിലുണ്ട്. BA എക്കണോമിക്സ്, ഫോർ എക്സാമ്പിൾ BA എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് MA എക്കണോമിക്സ് പഠിക്കാം. അതുപോലെ 1-2 പ്രോഗ്രാമുകൾ കൂടി ഉള്ളവർക്ക് MA എക്കണോമിക്സിലേക്ക് പോകാം. BA ഹിസ്റ്ററി കഴിയുന്നവർക്കാണ് MA ഹിസ്റ്ററി ഉള്ളത്. അതുപോലെ പക്ഷേ സോഷ്യോളജിയുടെ കേസിൽ നമുക്ക് ഏത് ഡിഗ്രി എടുത്തയാൾക്കും അവർ 10+2+3 ഫോർമാറ്റിൽ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഈ ഓൺലൈൻ പഠനം സംവിധാനം ചെയ്തിരിക്കുന്നത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ്, ടീച്ചിങ് ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് ഓൺലൈൻ മോഡ്. ഇവിടെ ഓരോ ക്ലാസ്സും ഒരു നമ്മളിതിൻ്റെ UGCയുടെ കണക്ക് പ്രകാരം 1 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണെങ്കിൽ അതിനകത്ത് 5 മണിക്കൂറിൻ്റെ ടീച്ചിങ് വീഡിയോ, ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ വീഡിയോ 5 മണിക്കൂർ ദൈർഘ്യമുള്ളതുണ്ടായിരിക്കും ഏകദേശം. അത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്തിരിക്കുന്നത് അരമണിക്കൂറിൻ്റെ ചെറിയ ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഓരോ അരമണിക്കൂറും ഈ കുട്ടിക്ക് അവരുടെ സമയം അനുസരിച്ച് കാണാം. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത് എന്നുള്ള സീക്വൻസിൽ അവർക്ക് മുന്നോട്ട് പോകാം. പരീക്ഷയുടെ എത്തുന്നത് വരെ അവർക്ക് ഈ കണ്ടൻറ്റുകൾ അവരുടെ സ്പീഡിൽ അവർക്ക് പോകുന്നത് സാധ്യമാണ്. ഈ പഠനത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? അത് CDOയ്ക്ക് കീഴിൽ തന്നെയുള്ള അധ്യാപകർ ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ കണ്ടൻറ്റുകൾ തയ്യാറാക്കുന്നത്. UGC അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന UGC അംഗീകാരമുള്ള അധ്യാപകരാൽ തയ്യാറാക്കിയ കണ്ടൻറ്റുകളാണ് നമ്മുടെ CDO ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത നിലവാരത്തിലുള്ള പാഠ്യഭാഗങ്ങളാണ് എല്ലാ പഠിതാക്കൾക്കും ലഭ്യമാവുക. ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ ഉള്ളടക്കങ്ങൾ ലഭ്യമാവുക? കേറിപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പോർട്ടലിലൂടെയാണ് വിദ്യാർത്ഥി ലോഗിൻ ചെയ്യേണ്ടത്. ആ ലോഗിന് ശേഷം കുട്ടിയുടെ പാഠ്യഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് ചെയ്തു പോകുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൽ ലൈവ് ക്ലാസ് റൂമുകൾ ഉണ്ടാവുമോ? ഇൻട്രാക്റ്റീവ് സെഷനുകൾ ലഭ്യമാണോ? ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ ആഴ്ചയിലും
ഒരു കുട്ടി പഠിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട വീഡിയോസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റു നിർദ്ദേശങ്ങളും അതിനോട് അനുബന്ധിച്ച ആഴ്ചകളിൽ ഉണ്ടായിരിക്കും. ഇത് ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അവയുടെ റെക്കോർഡഡ് വേർഷൻസും കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നിലവിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രം അല്ലാതെ മൊബൈൽ സ്ക്രീനിൽ കൂടി ലഭ്യമാവുന്ന തരത്തിലാണോ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്? ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് മൊബൈൽ വഴി സാധ്യമാണ്. പരീക്ഷകൾ എഴുതുന്നതിന് മാത്രമാണ് കുട്ടികൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ സംവിധാനം ആവശ്യമുള്ളത്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്, അതിൻ്റെ കുറച്ചും കൂടി വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെല്ലാം പഠിക്കാം എന്നുള്ളത് നമുക്ക് ഈ ഏജ് ലിമിറ്റ്, അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർക്ക്, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി വിശദീകരിക്കാമോ? യെസ്, ഇതിൽ കൃത്യമായിട്ടും ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായക്കാർക്കും ഇവർക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ വിദേശികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കാവുന്നതാണ്. അവർക്ക് 10+2+3 ബാധകമല്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അതാത് സർവകലാശാലകളിൽ നിന്ന് കിട്ടിയതിനനുസരിച്ച് നമ്മളിവിടെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് അനുമതി കൊടുക്കുന്നതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ തുല്യതയാണ് എല്ലാവരും അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം. ഇത് UGC അംഗീകാരമുണ്ടോ, PSC അംഗീകാരമുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കോഴ്സുകളെല്ലാം UGCയുടെയും യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരത്തോടു കൂടി നടക്കുന്നതാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി നടത്തുന്ന റെഗുലർ പ്രോഗ്രാമിൽ എൻ്റെ അതേ ക്വാളിറ്റിയാണ് നമ്മുടെ ഈ ഡിഗ്രിക്കുമുള്ളത്, ഓൺലൈനായിട്ട് കൊടുക്കുന്നത് ഡിഗ്രിക്കുമുള്ളത്. ഇവ തുല്യമാണ്. ഇത് PSCക്ക് അംഗീകാരം ഉണ്ടാകുന്നതാണ്. മറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഡിഗ്രിയാണ് നമ്മൾ ഓൺലൈൻ വിഭാഗത്തിനും നൽകുന്നത്. നിലവിൽ 2 സ്കീമിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പറയുന്നുണ്ടല്ലോ. ആ സ്കീമുകൾ എന്തെല്ലാമാണ്? എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? ഇത് ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷകൾ മാത്രം ഓഫ്ലൈനായിട്ട് എഴുതാവുന്ന ഒരു സ്കീമുണ്ട്. അതേസമയം മുഴുവൻ ഓൺലൈനായിട്ട് തന്നെ പരീക്ഷയും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നതും ചെയ്യാവുന്ന രണ്ടാമത്തെ ഒരു മോഡുമുണ്ട്. ഇതിൽ ഈ ആദ്യത്തെ മോഡ്, അതായത് പരീക്ഷാ സെൻറ്ററിൽ പോയി എഴുതുന്നത്, നമ്മളെ 5 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിലുള്ള 5 ജില്ലകളിലെ അഫിലിയേറ്റഡ് കോളേജുകളിലോ അല്ലെങ്കിൽ ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററുകളിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികൾ വന്ന് പരീക്ഷ എഴുതണം. അത് സത്യത്തിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൂടുതൽ ഇൻക്ലൂസീവായിട്ടുള്ള, അതായത് നമ്മുടെ 5 ജില്ലകളിലെ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ സ്കീമാണ്. അവിടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അവർ ഈ 5 ജില്ലകളിൽ വന്ന് പരീക്ഷ എഴുതേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ലോകത്തെവിടെയുള്ളവർക്കും നമ്മുടെ രണ്ടാമത്തെ സ്കീമിൽ 100% ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ പരീക്ഷകളും മുഴുമിപ്പിക്കാവുന്നതാണ്. ഈ ഓൺലൈനായി പഠിക്കുന്നതോടൊപ്പം ഓൺലൈനായി പരീക്ഷ എഴുതാമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഓൺലൈനായുള്ള പരീക്ഷ നടത്തിപ്പ് ഏത് രൂപത്തിലായിരിക്കും യൂണിവേഴ്സിറ്റി നടത്തുക? ഇത് കുട്ടികൾ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, കമ്പ്യൂട്ടറിൽ വെബ്കാം, പിന്നെ കുറച്ച് സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രോഷറിലും നൽകിയിട്ടുണ്ട്. ഇത്തരം സംവിധാനങ്ങളുമായിട്ട് കുട്ടി വരേണ്ടത് ആവശ്യമാണ്. കുട്ടിയുടെ അത്തരം സംവിധാനങ്ങളുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംവിധാനമല്ല. എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകൾ ഉള്ള എല്ലാവർക്കും എഴുതാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇൻ്റർനെറ്റും അനുസ്യൂതമായിട്ടുള്ള അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ഈ പരീക്ഷകൾ എഴുതാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു കാര്യം, ഒരേ സമയം ഓൺലൈനായും ഓഫ്ലൈനായും, അതായത് റെഗുലറായും 2 വ്യത്യസ്ത കോഴ്സുകൾ പഠിക്കാനാകുമോ എന്നുള്ളതാണ്. UGC അംഗീകാരത്തോടു കൂടി ഈ രണ്ട് കോഴ്സുകൾ ഒരേ സമയം, ഒരെണ്ണം ഓൺലൈനിലും അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ റെഗുലറായിട്ട് ഈ ഉള്ള കോഴ്സുകൾക്ക് ഏതെങ്കിലും 2 എണ്ണം നമുക്ക് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരു വർഷത്തിൽ എത്ര തവണയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്? UG ആയാലും PG ആയാലും? UGC നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത് വർഷത്തിൽ 2 തവണ അഡ്മിഷൻ എടുക്കുന്നതിനാണ്. ജനുവരി അഡ്മിഷൻ എന്നും ജൂലൈ അഡ്മിഷൻ എന്നുമാണ് അത് വിളിക്കുന്നത്. അതിപ്പോൾ ഫെബ്രുവരിയിലാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അതുപോലെ ജൂലൈയിലും അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ തീരുമാനങ്ങൾ അതാത് കാലത്ത് യൂണിവേഴ്സിറ്റി തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ വിളിക്കുക. പക്ഷേ വർഷത്തിൽ 2 തവണ വിളിക്കാനുള്ള അനുമതി നമുക്ക് UGC നൽകിയിട്ടുണ്ട്.
SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. എത്ര രൂപയാണ് അവർക്ക് അടയ്ക്കേണ്ടി വരുന്നത്? SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് വഴി ഫെലോഷിപ്പ് കിട്ടാൻ അർഹതയുള്ളവർക്ക് തുടക്കത്തിൽ 250 രൂപ രജിസ്ട്രേഷൻ ഫീസും 2000 രൂപ കോഷൻ ഡെപ്പോസിറ്റും മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫോർമാറ്റ് വഴി അവർക്ക് ഗ്രാൻസ് വഴി തുക ലഭിക്കുന്നതാണ്. വിദേശത്ത് നിന്നുള്ള പഠിതാക്കൾ അല്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികൾ അവരുടെ ഫീസിൽ വ്യത്യാസമുണ്ടോ? അവരുടെ ഫീസ് പ്രത്യേക നിരക്കാണ്. അത് US ഡോളറിൽ തന്നെയാണ് അടയ്ക്കേണ്ടത്. മറ്റ് സർവകലാശാലകളുടേതിൽ നിന്ന് വ്യത്യസ്തമായി കാലിക്കറ്റിൻ്റെ ഓൺലൈൻ കോഴ്സുകളുടെ ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേജർ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത് എന്തൊക്കെയാണ് സാർ? ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള അധ്യാപകർ നടത്തുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് നമ്മുടെ സർവകലാശാലയിലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഉള്ള സംവിധാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ഓൺലൈനിൽ നിന്ന് റെഗുലറായിട്ടുള്ള പ്രോഗ്രാമിലേക്കും റെഗുലറിൽ നിന്ന് ഓൺലൈനിലേക്കും കുട്ടികൾക്ക് ഓരോ സെമസ്റ്റർ എൻഡിലും മാറാനുള്ള അനുമതിയുണ്ട്. അതുപോലെ ഇവർക്ക് കൂടുതൽ കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സ്കിൽ അസിസ്റ്റൻസും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകാനുള്ള പദ്ധതിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലെ ഓൺലൈൻ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാൻ വിദ്യാർത്ഥികൾ എവിടെയാണ് ബന്ധപ്പെടേണ്ടത്? ഏറ്റവും എളുപ്പമായ വഴി ഇമെയിലായി cdoeonline@uoc.ac.in എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുകയാണ്. ഏറ്റവും റെഗുലറായിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ ID ആണ്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. നിലവിലെ 4 പ്രോഗ്രാമുകൾക്കും അപേക്ഷിക്കേണ്ട സമയം ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫൈനില്ലാതെ മാർച്ച് 20 വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വീകരിക്കുന്നതാണ്. 500 രൂപ ഫൈനോടുകൂടി മാർച്ച് 27 വരെ അഡ്മിഷൻ നടത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് cdoe.uoc.ac.in എന്ന ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക.